വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി-ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി-ഫാം 7th സെമസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയേഷനും പെർമിയേഷൻ എൻഹാൻസേഴ്സ് എന്ന രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഓൾറെഡി നമ്മൾ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. ഇന്ന് നമ്മൾ ആ സെയിം ചാപ്റ്ററിൽ തന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയേഷനും പെർമിയേഷൻ എൻഹാൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയേഷൻ നോക്കാം. ഒരു മെമേലിയൻ സ്കിന്നിലൂടെ പ്രിൻസിപ്പൽ ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് ഡിഫ്യൂഷനാണ്. പ്രൈമർലി ട്രാൻസ് എപ്പിഡെർമൽ റൂട്ട് വഴിയോ അതല്ലെങ്കിൽ ട്രാൻസ് എപ്പൻഡീജിയൽ റൂട്ട് വഴിയോ ആണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഈ സ്കിൻ പെർമിയബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പെർമിയേറ്റിംഗ് മോളിക്യൂൾസ്. ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പെർമിയേറ്റിംഗ് മോളിക്യൂൾസിൽ വരുന്നതാണ് പാർട്ടീഷൻ കോയിഫിഷ്യൻ. പാർട്ടീഷൻ കോയിഫിഷ്യൻ്റെ കേസിൽ പറയണത് ഈ ഡ്രഗ്സിന് എന്തുണ്ടായിരിക്കണം, ബോത്ത് വാട്ടർ സൊലുബിലിറ്റിയും ലിപ്പിഡ് സൊലുബിലിറ്റി ഉണ്ടെങ്കിലാണ് അത് ഫേവറബിളി സ്കിന്നിലൂടെ അബ്സോർപ്ഷൻ നടക്കുന്നത്. പിന്നെ ട്രാൻസ്ഡെർമൽ പെർമിയബിലിറ്റി കോയിഫിഷ്യൻ ഒരു ലീനിയർ ഡിപ്പെൻഡൻസ് കാണിക്കുന്നുണ്ട് പാർട്ടീഷൻ കോയിഫിഷ്യനിൽ. പിന്നെ സ്ട്രാറ്റം കോർണിയത്തിൻ്റെയും അതായത് ലിപ്പിഡ് ലെയറിൻ്റെയും എക്വസ് ലെയറിൻ്റെയും ഇടയിൽ ഒരു ഒപ്റ്റിമം പാർട്ടീഷനിങ് നടക്കണം. അത് എന്താണ്, ക്രൂഷ്യലാണ് എന്തിന്, സ്കിൻ പെർമിയേഷനിൽ. അടുത്ത ഫാക്ടറാണ് മോളിക്കുലർ സൈസ്. മോളിക്കുലർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഡെർമൽ ഫ്ലെക്സും അതുപോലെ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ ഡ്രഗും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. ട്രാൻസ്ഡെർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് മോളിക്കുലർ വെയിറ്റ് ഏകദേശം ഒരു 100 to 500 ഡാൽട്ടൻ്റെ ഇടയിൽ വേണം ആവാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് pH കണ്ടീഷൻ. ഇപ്പോൾ pH പാർട്ടീഷൻ ഹൈപ്പോത്തിസിസിന് അക്കോർഡിംഗ്ലി അൺഅയണൈസ്ഡ് ഡ്രഗ്സ് മാത്രമാണ് എന്ത് ചെയ്യുക, സ്കിന്നിലൂടെ എഫക്റ്റീവ്ലി പെർമിയേറ്റ് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ നാച്ചുറൽ pH എന്ന് പറയുന്നത് ഡ്രഗ് അയണൈസേഷനെയും പെർമിയേഷൻ റേറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൻ്റെ നാച്ചുറൽ pH എന്ന് പറഞ്ഞാൽ അറൗണ്ട് 5.5 ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രഗിൻ്റെ അയണൈസേഷനെയും പെർമിയേഷൻ റേറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫാക്ടറാണ് സൊലിബിലിറ്റി ഓർ മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പോൾ ലിപ്പോഫിലിസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിന് ഒരു ഡിസൈഡ് പ്രോപ്പർട്ടിയാണ് ലിപ്പോഫിലിസിറ്റി. ഹൈഡ്രോഫിലിക് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഹൈഡ്രോഫിലിസിറ്റീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിപ്പോഫിലിക് മോളിക്യൂൾസ് ആണെങ്കിൽ അത് പെർമിയേറ്റ് ചെയ്യുക ഫാസ്റ്റർ റേറ്റിലായിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഡ്രഗ്സിന് ലോ എക്വസ് സൊലുബിലിറ്റി ആയിരിക്കും. സോ അതിനെന്തുണ്ട്, അതിൻ്റെ ട്രാൻസ്ഡെർമൽ അബ്സോർപ്ഷന് കുറച്ച് ലിമിറ്റ് ഉണ്ട്. അടുത്തൊരു കാറ്റഗറിയാണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അതിൽ ഫസ്റ്റ് വണ്ണാണ് അഫിനിറ്റി ഓഫ് വെഹിക്കിൾ ഫോർ ഡ്രഗ് മോളിക്യൂൾ. ഈ ഡ്രഗും വെഹിക്കിളും തമ്മിലുള്ള അഫിനിറ്റി എന്ന് പറയുന്നത് ഡ്രഗ് കാരിയർ എന്നുള്ള റിലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡ്രഗിൻ്റെ കാരിയർ സിസ്റ്റത്തിലുള്ള സൊല്യൂബിലിറ്റിയാണ് അതിൻ്റെ ഡ്രഗ് റിലീസിൻ്റെ റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അടുത്ത ഫാക്ടറാണ് കമ്പോസിഷൻ ഓഫ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇപ്പോൾ ഫോർമുലേഷൻ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് റിലീസിൻ്റെ റേറ്റിനെ മാത്രമല്ല പക്ഷേ സ്ട്രാറ്റം കോർണിയത്തിൻ്റെ പെർമിയബിലിറ്റീനെയും അത് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ സ്കിന്നിലൂടെയുള്ള ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വയ സെർട്ടീൻ എക്സിപിയൻസ് എന്ത് ചെയ്യും, അതിൻ്റെ പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫാക്ടറാണ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഡെർമൽ പെർമിയേഷൻ. സ്ട്രാറ്റം കോർണിയത്തിൻ്റെ ഡെഡ് നേച്ചർ എന്ത് ചെയ്യും, ഡോസേജ് ഫോംസ് നിന്ന് ഡ്രഗിൻ്റെ റിലീസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെർമിയേഷൻ എൻഹാൻസേഴ്സ് അല്ലെങ്കിൽ പെനട്രേഷൻ എൻഹാൻസേഴ്സ് യൂസ് ചെയ്യുന്നത് അതെന്ത് കോസ് ചെയ്യും, ഫിസിക്കോ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് സ്ട്രാറ്റം കോർണിയത്തിന് കോസ് ചെയ്തിട്ട് സ്കിന്നിലൂടെയുള്ള ഡ്രഗ് പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതാണ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഡെർമൽ പെർമിയേഷൻ. അടുത്തൊരു കാറ്റഗറിയാണ് ഫിസിയോളജിക്കൽ ആൻഡ് പാത്തോളജിക്കൽ കണ്ടീഷൻസ് ഓഫ് സ്കിൻ. ഫസ്റ്റ് വണ്ണാണ് സ്കിൻ ഏജ്. ഫീറ്റൽ അതുപോലെ ഇൻഫാൻറ്റ് സ്കിന്നൊക്കെ ആണെങ്കിൽ മോർ പെർമിയബിൾ ആയിരിക്കും അഡൾട്ട് സ്കിന്നിനെക്കാട്ടിലും. സോ പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ ഓഫ് ടോപ്പിക്കൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് ചിൽഡ്രനിൽ എന്തായിരിക്കും, ഫാസ്റ്റർ റേറ്റിലായിരിക്കും അഡൾട്ട്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അടുത്ത ഫാക്ടറാണ് ലിപ്പിഡ് ഫിലിം. തിൻ ലിപ്പിഡ് ഫിലിമാണ് സ്കിന്നിൻ്റെ സർഫസിൽ ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ എവിടുന്ന്, സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീഷൻസ് എന്നും സെല്ലുലാർ ലിപ്പിഡ്സ് എന്നും, അതായത് സെബം ഒക്കെ സെക്രീറ്റ് ചെയ്തിട്ട് ഒരു തിന്നായിട്ടുള്ള ലിപ്പിഡ് ഫിലിമാണ് സ്കിന്നിൻ്റെ സർഫസിൽ ഫോം ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും, ഈ ലിപ്പിഡ് ഫിലിം
ബാരിയർ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. സ്ട്രാറ്റം കോർണിയത്തിൻ്റെ ബാരിയർ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു ലിപ്പിഡ് ഫിലിം ചെയ്യുന്നത്. അടുത്ത ഫാക്ടറാണ് സ്കിൻ ഹൈഡ്രേഷൻ. അപ്പോൾ സ്ട്രാറ്റം കോർണിയത്തിൻ്റെ ഹൈഡ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ട്രാൻസ് ഡെർമൽ പെർമിയബിലിറ്റീനെ എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. അടുത്തത് സ്കിൻ ടെമ്പറേച്ചറാണ്. സ്കിന്നിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഹൈ റേറ്റ് ഓഫ് ഡ്രഗ് പെർമിയേഷൻ ആയിരിക്കും. കാരണം എന്താ, മോളിക്കുലർ മോഷനും ബെറ്റർ ബ്ലഡ് ഫ്ലോ ഉണ്ടായിരിക്കും. അത് പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ സ്കിൻ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എന്താ, ഡ്രഗ് പെർമിയേഷൻ്റെ റേറ്റും കൂടുതലായിരിക്കും. അടുത്തതാണ് ക്യൂട്ടേനിയസ് ഡ്രഗ് മെറ്റാബോളിസം. അപ്പോൾ സ്ട്രാറ്റം കോർണിയത്തിലെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രഗിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് സ്കിൻ ലെയേഴ്സിലെ എൻസൈംസിൻ്റെ പ്രസൻസിൽ മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട് ബ്ലഡിൽ എത്തുന്നതിന് മുൻപ് തന്നെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 95% അബ്സോർബ്ഡ് ടെസ്റ്റോസ്റ്റിറോണും സ്കിന്നിൽ മെറ്റബോളൈസ് ചെയ്യും ബിഫോർ എൻട്രിങ് ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പെർമിയേറ്റിംഗ് മോളിക്യൂൾസ്, പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ്, മോളിക്കുലർ സൈസ്, pH കണ്ടീഷൻ, സൊല്യൂബിലിറ്റി ഓർ മെൽറ്റിംഗ് പോയിന്റ് നോക്കി. അടുത്തത് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലെ അഫിനിറ്റി ഓഫ് വെഹിക്കിൾ ഫോർ ഡ്രഗ് മോളിക്യൂൾ, കമ്പോസിഷൻ ഓഫ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം, എൻഹാൻസ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഡെർമൽ പെർമിയേഷൻ. അടുത്ത കാറ്റഗറി ഫിസിയോളജിക്കൽ ആൻഡ് പാത്തോളജിക്കൽ കണ്ടീഷൻസ് ഓഫ് സ്കിന്നിലെ സ്കിൻ ഏജ്, ലിപ്പിഡ് ഫിലിം, സ്കിൻ ഹൈഡ്രേഷൻ, സ്കിൻ ടെമ്പറേച്ചർ, ക്യൂട്ടേനിയസ് ഡ്രഗ് മെറ്റാബോളിസം. ഇത്രയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയേഷൻ. അടുത്ത ടോപ്പിക്കാണ് പെർമിയേഷൻ എൻഹാൻസേഴ്സ്. പെർമിയേഷൻ എൻഹാൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിയർ പ്രോപ്പർട്ടീസിനെ ഓൾട്ടർ ചെയ്തിട്ട് ഡ്രഗ്സിനെ കൂടുതൽ എഫക്റ്റീവ്ലി അതിൽ പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് എന്ത്, പെർമിയേഷൻ എൻഹാൻസേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ട്രാൻസ്ഡെർമൽ ഫോർമുലേഷൻസിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഡ്രഗിൻ്റെ ഡിഫ്യൂസിവിറ്റിയും സൊല്യൂബിലിറ്റിയും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ബാരിയർ റെസിസ്റ്റൻസിനെ എന്ത് ചെയ്യും, റിവേഴ്സിബിളി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രഗ് പെനട്രേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ട് സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് എൻ്റർ ചെയ്യുന്നതിനെ എന്ത് ചെയ്യും, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലക്സ് ഓഫ് ദ ഡ്രഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് J=D/dC/dx. അതിൽ J എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഓഫ് ദ ഡ്രഗും, D എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ, C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡിഫ്യൂസിങ് സ്പീഷീസ്, X എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ കോർഡിനേറ്റ് ആണ്. ഇനി പെർമിയേഷൻ എൻഹാൻസ്മെൻറ്റ് മെത്തേഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പെർമിയേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെയിൻ മെത്തേഡാണുള്ളത്, കെമിക്കൽ മെത്തേഡും ഫിസിക്കൽ മെത്തേഡും. അതിൽ തന്നെ കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സും ഉണ്ട്, ഫിസിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സും ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സ്. കെമിക്കൽ എൻഹാൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രാൻസ്ഡെർമൽ ഫോർമുലേഷൻസിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സ്കിൻ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്താ ചെയ്യുക, സ്ട്രാറ്റം കോർണിയത്തിൻ്റെ സ്ട്രക്ചറിനെയും കമ്പോസിഷനെയും മോഡിഫൈ ചെയ്തിട്ട് ആണ് ഈ ഒരു കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡിഫറെൻറ്റ് മെക്കാനിസംസ് വഴി ആക്ട് ചെയ്യാം. ഒന്ന് ലിപ്പിഡ് സ്ട്രക്ചറിനെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യാം, അതല്ലെങ്കിൽ അക്വസ് ഡൊമെയിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഡ്രഗ് പാർട്ടീഷനിങ് എൻഹാൻസ് ചെയ്യാം. ഈ 3 മെത്തേഡ് വഴിയും കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സിന് ആക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഫോർമേഷൻ ഓഫ് ഡ്രഗ് റിസർവോയർ, മോഡിഫിക്കേഷൻസ് ഓഫ് പോളാർ ഹെഡ് ഗ്രൂപ്പ്, സോൾവെൻറ്റ് സ്വെല്ലിംഗ് ആൻഡ് ഹൈഡ്രേഷൻ, ഇത്രയും മെത്തേഡ്സ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സിന് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കോമൺ കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സിൻ്റെ എക്സാമ്പിൾ. നമുക്ക് ജസ്റ്റ് ഇത് ഓരോന്ന് അതിൽ നോക്കാം. ഡിസ്റപ്ഷൻ ഓഫ് ലിപ്പിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ടുള്ള ഓർഡേർഡ് ലിപ്പിഡ് ബൈലെയേഴ്സ് ഓഫ് സ്ട്രാറ്റം കോർണിയത്തിനെ റിലാക്സ് ചെയ്യും. അങ്ങനെ ഡ്രഗ് മോളിക്യൂൾസിനെ കൂടുതൽ പെർമിയബിൾ ആക്കിയിട്ട് മാറ്റും. ഇൻട്രാക്ഷൻ വിത്ത് അക്വസ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എൻഹാൻസേഴ്സ് അക്വസ് ചാനലിനെ അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് റീജിയനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രഗ് ഡിഫ്യൂഷൻ എൻഹാൻസ് ചെയ്യും. എൻഹാൻസിങ് ഡ്രഗ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കോ എൻഹാൻസേഴ്സ് അല്ലെങ്കിൽ സോൾവെൻസ് യൂസ് ചെയ്തിട്ട് അത് ഡ്രഗ് സ്ട്രാറ്റം കോർണിയത്തിലോട്ടുള്ള പാർട്ടീഷനിങ്ങിനെ എൻഹാൻസ് ചെയ്തിട്ട് അബ്സോർപ്ഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഫോർമേഷൻ ഓഫ് ഡ്രഗ് റിസർവോയർ. ചില കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട്,
ഒരു റിസർവോയർ ഫോം ചെയ്യുന്നുണ്ട് വിത്തിൻ ദ സ്ട്രാറ്റം കോർണിയം. അങ്ങനെ സസ്റ്റെയിൻഡ് റിലീസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വേറുള്ളത് മോഡിഫിക്കേഷൻസ് ഓഫ് പോളാർ ഹെഡ് ഗ്രൂപ്പ്സ്. അതെന്ത് ചെയ്യും? ലിപ്പിഡ്സിലെ പോളാർ ഹെഡ് ഗ്രൂപ്പ്സുമായിട്ട് റിയാക്ട് ചെയ്യും, ഒന്നുകിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി അല്ലെങ്കിൽ അയണിക് ഇൻട്രാക്ഷൻസ് വഴി. അങ്ങനെ ലിപ്പിഡ് ഹൈഡ്രേഷനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് ഹെഡ് ഗ്രൂപ്പ് പ്രോപ്പർട്ടീസിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇത് ലിപ്പിഡ് ഡൊമൈൻ്റെ ബാരിയർ ഫംഗ്ഷനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് സോൾവെൻറ്റ് സ്വെല്ലിംഗ് ആൻഡ് ഹൈഡ്രേഷൻ ആണ്. ഇതെന്ത് ചെയ്യും? സ്കിന്നിലുള്ള വാട്ടർ ലെയറിൻ്റെ വോളിയം എൻഹാൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടെ സ്വെല്ലിംഗ് കോസ് ചെയ്യും. അഡീഷണൽ ഫ്രീ വാട്ടറൊക്കെ എന്താണ് അവൈലബിൾ ആയിട്ടുണ്ടാവും, ബൗണ്ട് വാട്ടർ അല്ലാതെ. അപ്പോൾ അത് ഫെർദർ എന്ത് ചെയ്യും? പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യാണ് ചെയ്യുക. ചില കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് സോൾവെൻറ്റ്, എത്തനോൾ, പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ, ഒലീക് ആസിഡ്. സർഫാക്റ്റൻസ് സോഡിയം ലോറൈൽ സൾഫേറ്റ്, സ്പാനട്വീന്. അതിൽ തന്നെ ആനയോണിക് സർഫാക്റ്റൻസ് ഉണ്ട്, അതാണ് ഡൈ ഒക്ടൽ സൾഫോസക്സിനേറ്റും. നോൺ അയണിക് സർഫാക്റ്റൻസ് ആണ് പ്ലൂറോണിക് F127 ആൻഡ് പ്ലൂറോണിക് F68. ബയൽ സോൾട്ട് ഉണ്ട്, സോഡിയം ടോറോകോളേറ്റും സോഡിയം ഡിയോക്സികോളേറ്റും. ബൈനറി സിസ്റ്റം പ്രൊപ്പിലിൻ ഗ്ലൈക്കോളും ഒലീക് ആസിഡും. മിസലേനിയസ് ഏജൻസ് ആണ് യൂറിയ, കാൽസ്യം, തയോഗ്ലൈക്കലേറ്റ്. ഇത്രയാണ് കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സ്. അടുത്തത് ഫിസിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സ് ആണ്. ഇത് നോൺ കെമിക്കൽ അപ്രോച്ചസ് ആണ്. ടെമ്പററി എന്ത് ചെയ്യുകയാണ് ചെയ്യുക? നമ്മുടെ സ്ട്രാറ്റം കോർണിയത്തിൻ്റെ സ്ട്രക്ചറിനെ ഡിസ്റപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ സ്കിന്നിൻ്റെ പെർമിയേഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ചില ഫിസിക്കൽ എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഇലക്ട്രോപൊറേഷൻ. ഇലക്ട്രോപൊറേഷന് നമ്മൾ ഇലക്ട്രോ പെർമിയബിലൈസേഷൻ എന്നും പറയുന്നുണ്ട്. ഇവിടെ ഷോർട്ട് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ പൾസസ് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ടെമ്പററി പോർസ് ക്രിയേറ്റ് ചെയ്യാണ് സ്ട്രാറ്റം കോർണിയത്തിൽ. ഈ ഹൈ വോൾട്ടേജ് പൾസസ് എന്ത് ചെയ്യും? ലിപ്പിഡ് സ്ട്രക്ചറിനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വോൾട്ടേജ് 2100 വോൾട്ട് വരെയാണ്. പൾസ് ഡ്യൂറേഷൻ മില്ലി സെക്കൻഡ്സ് ആണ്. ഇത് ഷോർട്ട് കൺട്രോൾഡ് ട്രീറ്റ്മെൻറ്റിലാണ് യൂസ് ചെയ്യുക. ഇത് സ്മോൾ മോളിക്യൂൾസിനും പ്രോട്ടീനും പെപ്റ്റൈഡിനും ഒളിഗോ ന്യൂക്ലിയോടൈഡ്സിനൊക്കെ എഫക്റ്റീവാണ്. അടുത്ത ഒരു ടെക്നിക്കാണ് അയോൺടോഫോറിസിസ്. ഇവിടെ ലോ ലെവൽ ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ടാണ് ഡ്രഗ് മോളിക്യൂൾസിനെ സ്കിന്നിലോട്ട് പെനട്രേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇലക്ട്രോ റിപ്പൽഷൻ ഉണ്ട്, ഇലക്ട്രോ ഓസ്മോസിസ്. ഇലക്ട്രോ റിപ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് ഡ്രഗ് അയോൺസിനെ പോലെ അത് റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ സോൾവെൻ്റ് മൂവ്മെൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് കാരണം. ഇത് കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറിക്ക് യൂസ് ചെയ്യും. നോൺ ഇൻവേഴ്സീവ് ആണ്, മാക്രോ മോളിക്യൂൾസിനൊക്കെ സ്യൂട്ടബിൾ ആണ്. അടുത്തൊരു മെത്തേഡാണ് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സോണോഫോറിസിസ് എന്നും പറയും. ഇവിടെ നമ്മൾ അൾട്രാസോണിക് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഡ്രഗ് പെർമിയേഷനെ എൻഹാൻസ് ചെയ്യുന്നത്. ഇതൊരു നോൺ ഇൻവേഴ്സീവ് ടെക്നിക്കാണ്. അടുത്തത് മാഗ്നെറ്റോഫോറിസിസ് ആണ്. മാഗ്നെറ്റോഫോറിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡാണ് ഒരു എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സ്കിന്നിൻ്റെ പെർമിയേഷൻ എൻഹാൻസ് ചെയ്യും. അടുത്തത് തെർമോഫോറിസിസ് ആണ്. തെർമോഫോറിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സൊല്യൂട്ട് മോളിക്യൂൾസിന് ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. നോർമൽ സ്കിൻ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഹോമിയോസ്റ്റാസിസ് വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ലോക്കൽ ഹീറ്റിംഗ് എന്ത് ചെയ്യും? ഡ്രഗ് പെനട്രേഷൻ എൻഹാൻസ് ചെയ്യും. അടുത്തൊരു ടെക്നിക്കാണ് മൈക്രോ നീഡിൽ ബേസ്ഡ് ഡിവൈസസ്. ടൈനി നീഡിൽസ് ആണ്, 50 to 110 നാനോമീറ്റർ ആണ്. അത് പെയിൻലെസ്ലി ആണ് നമ്മൾ സ്ട്രാറ്റം കോർണിയത്തിനെ പിയേഴ്സ് ചെയ്തിട്ട് എപ്പിഡെർമിസിലോട്ട് ഡ്രഗ്സിനെ ഡെലിവർ ചെയ്യുന്നത്. ഇത് മിനിമലി ഇൻവേഴ്സീവ് ആണ്. സ്മോൾ ആൻഡ് ലാർജ് മോളിക്യൂൾസിനെയും അത് എനേബിൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാസ് മെറ്റാബോളിസത്തിനെ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അടുത്തത് നീഡിൽലെസ് ഇഞ്ചക്ഷൻ ആണ്. ഇതും പെയിൻ ഫ്രീ മെത്തേഡാണ്. അത് ട്രഡീഷണൽ ഹൈപ്പോഡെർമിക് നീഡിൽസ് യൂസ് ചെയ്യാതെ നമുക്ക് ഡ്രഗ്സിനെ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, ആ ഒരു മെത്തേഡാണ് നീഡിൽലെസ് ഇഞ്ചക്ഷൻ. അത് പെയിൻ, ഫിയർ, റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസുലിൻ ഡെലിവറിക്കും മാസ് വാക്സിനേഷനൊക്കെ ഇത് ഐഡിയലാണ്. പേഷ്യൻ്റ് കംപ്ലിയൻസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പെർമിയേഷൻ എൻഹാൻസേഴ്സിൽ വരുന്നത്. അതിൽ തന്നെ കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സും ഉണ്ട്, ഫിസിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സും ഉണ്ട്. അത് രണ്ടും ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി ഒരു പെനട്രേഷൻ എൻഹാൻസേഴ്സ് അല്ലെങ്കിൽ പെർമിയേഷൻ എൻഹാൻസേഴ്സിൻ്റെ ഐഡിയൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്ന് ഫാർമക്കോളജിക്കലി ഇനേർട്ട് ആയിരിക്കണം, നോൺ ടോക്സിക്, നോൺ ഇറിറ്റൻറ്റ്, നോൺ അലർജിക് ആയിരിക്കണം, റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ കാണിക്കണം, പിന്നെ പ്രെഡിക്റ്റബിൾ ആൻഡ് സ്യൂട്ടബിൾ ഡ്യൂറേഷൻ ഓഫ് എൻഹാൻസ്മെൻ്റ് ആണ് അതിനുള്ളതെന്ന് എൻഷ്യൂർ ചെയ്യുക, പിന്നെ റിവേഴ്സിബിൾ ആക്ഷൻ അലൗ ചെയ്തിരിക്കണം, പിന്നെ സ്കിൻ ബാരിയറിനെ ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ ഡിക്രീസ് ചെയ്യാൻ പാടുള്ളൂ, കെമിക്കലിയും ഫിസിക്കലിയും ഒക്കെ എന്താണ് ഡ്രഗുമായിട്ടും ഡെലിവറി സിസ്റ്റമായിട്ടൊക്കെ കോമ്പാക്റ്റബിൾ ആയിരിക്കും.
ആയിരിക്കണം. പിന്നെ വയബിൾ സെൽസിന് ഡാമേജ് കോസ് ചെയ്യുന്നില്ല, കോസ്മെറ്റിക്കലി ആക്സെപ്റ്റഡ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, എക്കണോമിക്കൽ ആണ്, റെഗുലർ യൂസിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഓൾറെഡി എന്താണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയേഷൻ, അതിൽ തന്നെ 3 കാറ്റഗറീസും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ഫാക്ടേഴ്സും നോക്കി. അടുത്തത് പെർമിയേഷൻ എൻഹാൻസേഴ്സിൽ തന്നെ കെമിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സും ഫിസിക്കൽ പെർമിയേഷൻ എൻഹാൻസേഴ്സും അതുപോലെ ഐഡിയൽ പ്രോപ്പർട്ടീസ് ഓഫ് പെർമിയേഷൻ അല്ലെങ്കിൽ പെനട്രേഷൻ എൻഹാൻസേഴ്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.